നാറാണത്ത് ഭ്രാന്തൻ എന്ന കവിത പിറന്നിട്ട് 3 പതിറ്റാണ്ടുകളാവുന്നു. പ്രവാസ ലോകത്ത് സർഗാത്മക മേഖലയിൽ ഇടപെടുന്ന എല്ലാവരോടുമായി കവി മധുസൂദനൻ നായർക്ക് ചിലത് പറയാനുണ്ട്. താൻ കൂടി പ്രവാസിയായി മാറുന്ന പുതിയ കാലത്തിൻ്റെ സമസ്യകളെക്കുറിച്ചും കവി തുറന്നു സംസാരിക്കുന്നു. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. എൻ്റെ സിരയിൽ മലയാളിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത നാറാണത്ത് ഭ്രാന്തൻ 3 പതിറ്റാണ്ട് പിന്നിടുകയാണ്. പ്രൊഫസർ വി മധുസൂദനൻ നായരുടെ ഈ കവിത പ്രവാസ ലോകത്ത് സൃഷ്ടിച്ച തരംഗവും ചെറുതല്ല. ബാച്ചിലർ റൂമുകളിലും ക്യാമ്പസുകളിലും ഫ്ളാറ്റുകളിലും മലയാളികളുടെ ചെറുതും വലുതുമായ കൂട്ടായ്മകളിലും നാറാണത്ത് ഭ്രാന്തൻ ഇന്നും പുതുമഴ പോലെ പെയ്തുകൊണ്ടിരിക്കുന്നു. ഒട്ടും മടുപ്പില്ലാതെ പ്രവാസികൾ അത് കേട്ടുകൊണ്ടേയിരിക്കുന്നു. നാറാണത്ത് ഭ്രാന്തൻ മാത്രമല്ല, മധുസൂദനൻ നായരുടെ മറ്റ് കവിതകളും പ്രവാസലോകം ഏറ്റുവാങ്ങിയതാണ്. അതുകൊണ്ട് കൂടിയാകാം ഇവിടുത്തെ സർഗ കൂട്ടായ്മകളിലെ സജീവ സാന്നിധ്യം തന്നെയാണ് കവി. ഷാർജയിൽ പുന്നയൂർക്കുളം പ്രവാസി കൂട്ടായ്മയുടെ കമല സുരയ്യ നീർമാതളം സാഹിത്യ പുരസ്കാര വിതരണ ചടങ്ങിൽ സംബന്ധിക്കാനെത്തിയതായിരുന്നു പോയ വാരം കവി. ഇവിടെ നിന്നുള്ള രചനകളെ മാത്രമല്ല, പ്രവാസത്തെയും വേറിട്ട കോണിലൂടെ നോക്കിക്കാണാനാണ് മധുസൂദനൻ നായർക്ക് താല്പര്യം. എല്ലാമുള്ളൊരു വീടായിരുന്നു നമ്മുടെ. അതാണ് ലോകം. ഇന്ന് ഇതൊന്നുമില്ലാത്ത ഒറ്റപ്പെട്ട ഏകാന്ത മുറികളാണ്. അതാണ് പ്രവാസം. വേരുകളിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ടതിൻ്റെ നൊമ്പരങ്ങൾ മാറ്റിവെച്ചാലും പുതുതായി ചേക്കേറിയ മണ്ണിൻ്റെ അനുഭവങ്ങൾ കൂടി സ്വാംശീകരിക്കാൻ ഒരു പ്രവാസിക്ക് കഴിയുന്നുണ്ട്. മലയാളികളെക്കാൾ എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പ് പായ്ക്കപ്പലിൽ പ്രവാസികളായി മാറിയ സമൂഹമാണ് അറബികൾ. കാമ്പുള്ള പ്രവാസ രചനകൾ എന്തുകൊണ്ടുണ്ടാകുന്നില്ല എന്ന ചോദ്യത്തിനും കവിക്ക് കൃത്യമായ ഉത്തരമുണ്ട്. സാഹിത്യരചന ഉണ്ടാവണമെങ്കിൽ ഏതൊരാളിനും സർഗതുടിപ്പ് ഉണ്ടാവണം. സർഗപരമായ പ്രശ്നം അത്. പ്രവാസ ജീവിതം അനുഭവിക്കുന്ന എല്ലാവർക്കും സാഹിത്യം എഴുതാൻ പറ്റില്ല. സർഗപരമായ ഒരു വേദന ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് സൃഷ്ടി വരും. ആ സൃഷ്ടിയിൽ ചിലത് മുന്തി വരും. എന്തുകൊണ്ട് നല്ല പ്രവാസ കവിതകൾ ഉണ്ടാകാതെ പോകുന്നു എന്ന ഉത്കണ്ഠയ്ക്ക് മധുസൂദനൻ നായർ നൽകുന്ന മറുപടി ഇങ്ങനെ: പേരച്ചടിച്ച് കാണണം, ഇതും കൂടെ ആവണം, മറ്റു പലതും ആയാലും കവിയും കൂടെ ആകണം, പിന്നെ ഒരു കാസറ്റ് ഇറക്കണം എന്നും തോന്നും. ഇതൊക്കെ ആഗ്രഹങ്ങളാണ്. പക്ഷേ നല്ല രചന നടത്തിയിട്ട് അത് പുറത്തേക്ക് വരുമ്പോൾ അതിൽ കിട്ടുന്ന സാഫല്യം മറ്റേതുകൊണ്ടുണ്ടാവില്ല. അനുകരണമല്ല, വേറിട്ട് നടക്കാനുള്ള ത്രാണിയാണ് വേണ്ടതെന്നും കവി പ്രവാസലോകത്തെ സർഗ സുഹൃത്തുക്കളെ ഓർമ്മിപ്പിക്കുന്നു. പദം വരാതെ പിറക്കുന്നതാണ് ഗൾഫെഴുത്തിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യമെന്നും കവി പറയുന്നു. നമ്മുടെ ഇവിടുത്തെ എഴുത്തുകാരിൽ എനിക്ക് തോന്നുന്നത് പലരിലും പാകം വരാനുണ്ട്. കുറച്ച് സ്വയം കൂടുതൽ വേവാനുണ്ട്. അവർക്ക് അതിനത്ര സമയം കിട്ടുന്നില്ലായിരിക്കണം. ചിലർക്ക് ചില ധാരണകളുണ്ട്. ആ ധാരണയ്ക്കപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. മാതൃകകൾ വെച്ചാണ് പലരും എഴുതുന്നത്. എൻ്റെ അഭിപ്രായം പുതിയ മാതൃകകൾ ഉണ്ടാവണം. അന്യനാടുകളിൽ ചേക്കേറിയ മനുഷ്യരുടെ ഉള്ളിൽ ഏറ്റവും ശക്തമായ വികാരം എന്നത് അമ്മയോടുള്ള സ്നേഹവായ്പ തന്നെയായിരിക്കുമെന്ന് കവി ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ഈ വരികൾ അമ്മയ്ക്കൊപ്പം ലോകത്തെ മുഴുവൻ പ്രവാസികൾക്കും സമർപ്പിക്കുകയാണ് കവി. അമ്മ തൻ ചിന്മുദ്രയാണീ എഴുത്തുകൾ, തന്മകനായി പകർന്ന പാൽമുത്തുകൾ. ഇന്നു നാം വീടിന് മോടി കൂട്ടുന്നേരം ഒന്നായി അടുക്കി ഒതുക്കി വയ്ക്കട്ടെ ഞാൻ. പട്ടണക്കോപ്പു നിറയ്ക്കയാൽ ഈ ചില്ലുപെട്ടികൾ തിങ്ങി. നിന്നിഷ്ടമാണെൻ്റെയും
കാൽപ്പെട്ടിയിൽ വെച്ച് താഴിട്ട് പിന്നിലെ ചായ്പിലൊളിച്ചാൽ അറിയില്ല കുട്ടികൾ. എത്ര കൗതൂഹലം, നഷ്ടങ്ങളിൽ ഏറ്റവും തീവ്രം അമ്മയെ പിരിഞ്ഞിരിക്കുന്നത് തന്നെ. ആ അമ്മ മനസ്സിലൂടെ വിങ്ങുന്ന ഓർമ്മകളിൽ കവി സഞ്ചരിക്കുകയാണ്. പിറന്ന മണ്ണിന്റെ വേരുകൾ മുറിച്ചു മാറ്റപ്പെടുമ്പോൾ കൂട്ടിന് വീട്ടിൽ പോലും ആരുമില്ലാതാകുന്നതിന്റെ സങ്കടം ഈ കവിയുടെ വാക്കുകളിലുണ്ട്. ഞാൻ ഏകാഗിയാണ്. ഒരു കൂടുവീടിൽ ഒതുങ്ങിക്കഴിയുന്ന കുഴൽ വീട്. ആ കുഴൽ വീട്ടിൽ ഒതുങ്ങിക്കഴിയേണ്ട ഗതികേട്. വീട്ടു നമ്പരേ ഉള്ളൂ, ഒരു വീടില്ല. അതുകൊണ്ട് എൻ്റെ കാഴ്ചയിൽ എല്ലാ മനുഷ്യനും ഇപ്പോൾ കൂടുതൽ കൂടുതൽ പ്രവാസിയായി വരുന്നു, സ്വന്തം നാട്ടിൽ പോലും. അടിസ്ഥാനപരമായി എല്ലാ മനുഷ്യരും പ്രവാസിയാണെന്ന വിശാലതയിലേക്കാണ് ഒടുവിൽ മധുസൂദനൻ നായർ ചെന്നെത്തുന്നതും. തായ്ച്ചൊല്ലിലൂറിയ താളങ്ങളെങ്ങനെ, താരാട്ടിലോലുന്ന മാധുര്യമെങ്ങനെ, താൻ തന്നെ വന്നു പിറന്നതുമെങ്ങനെ. ആരു തേടും നാളെ, ആരു തേടും നാളെ നമ്മുടെ കുട്ടികൾക്കോർക്കാനും അമ്മയെ വേണ്ടായിരിക്കുമോ. നാളെ നമ്മുടെ കുട്ടികൾക്കോർക്കാനും അമ്മയെ വേണ്ടായിരിക്കുമോ.